الله أكبر الله أكبر. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് അല്ലാഹുവിൻ്റെ നാമത്തിൽ നിങ്ങളെ എവരെയും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫضല് കൊണ്ട് റഹ്മത്ത് കൊണ്ട് നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് ഇബ്രാഹിമിൻ്റെ 27-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്ന ഒരു കാര്യമാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മനുഷ്യരാണ്. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അടിസ്ഥാനപരമായി വേണ്ടത് എല്ലാ സന്ദർഭത്തിലും സ്ഥിരതയാണ്. ഏത് കാര്യം വരുമ്പോഴും പതറാതെ ഉലയാതെ ആടാതെ സ്ഥിരമായി നിൽക്കുക, സ്ഥിരതയുണ്ടാവുക, ഉറപ്പുണ്ടാവുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് സ്ഥിരതയുടെ അടിസ്ഥാനം? എപ്പോഴാണ് നമുക്ക് സ്ഥിരത വരുന്നത്? എപ്പോഴാണ് നമുക്ക് ഉറപ്പ് വരുന്നത്? എപ്പോഴാണ് നമുക്ക് തളരാതിരിക്കേണ്ടി വരുന്നത്? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി الثابിതി ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു, വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരപ്പെടുത്തുന്നതാണ്. എങ്ങനെയാണ് വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരപ്പെടുത്തുന്നത്? ബിൽ ഖൗലി സാബിത്ത്, സ്ഥിരതയുടെ വചനം കൊണ്ട്. എവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരതയുടെ വചനം കൊണ്ട് സ്ഥിരപ്പെടുത്തുന്നത്? ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. ഈ ദുനിയാവിലും അല്ലാഹു തആല സ്ഥിരപ്പെടുത്തും, നാളെ പരലോകത്തും അല്ലാഹു തആല സ്ഥിരപ്പെടുത്തും. രണ്ട് സ്ഥലങ്ങളിലാണ് നമുക്ക് സ്ഥിരത വേണ്ടത്. ഒന്ന് ദുനിയാവിലും, രണ്ട് പരലോകത്തും. ദുനിയാവിലും പരലോകത്തിലും സ്ഥിരപ്പെടുത്തുന്ന സ്ഥിരതയുടെ വചനം കൊണ്ട് അല്ലാഹു തആല സ്ഥിരപ്പെടുത്തുന്നതാണ്. അപ്പോൾ എന്താണ് ഖൗലുൻ സാബിത്ത്? സ്ഥിരതയുടെ വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? അത്
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം സൃഷ്ടിച്ചതും സംവിധാനിച്ചതും നിയന്ത്രിക്കുന്നതും ഉടമപ്പെടുത്തിയതും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് മാത്രമാണ് ആരാധന. എല്ലാം ആരാധനയായിട്ട് അടിമകൾ ചെയ്യുന്നതെല്ലാം അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടതാണ്. ആ ആരാധന എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളതാണ് സ്ഥിരതയുടെ വചനം, ഖൗലുൻ സാബിത്ത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലും നാളെ പരലോകത്തും നമ്മെ സ്ഥിരപ്പെടുത്തും എന്നുള്ളതാണ്. നമുക്ക് ഉറപ്പ് നൽകും, സ്ഥൈര്യം നൽകും, ധൈര്യം നൽകും. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് അള്ളാഹുവിന്റെ റസൂലാണ് മുഹമ്മദ്. ആ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് അംഗീകരിക്കുകയും അവൻ അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കുവാൻ നമുക്ക് സാധിക്കുക? ഒന്ന്, ത്വാഅതുഹു ഫീമാ അമർ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അനുസരിക്കുക. വതസ്ദീഖുഹു ഫീമാ അഖ്ബർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളും അറിയിച്ചു തന്നിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ അംഗീകരിക്കുക, സത്യപ്പെടുത്തുക. വജ്തിനാബു അമ്മാ നഹാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിരോധിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. ആ വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ബസ് അങ്ങനെയാവുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളത് നമുക്ക് സാക്ഷാത്കരിക്കുവാൻ സാധിക്കും. അതുണ്ടാവണമെങ്കിൽ, അദ്ദേഹം പറഞ്ഞത് അനുസരിക്കണമെങ്കിൽ, അദ്ദേഹം അറിയിച്ചത് സത്യപ്പെടുത്തണമെങ്കിൽ, അദ്ദേഹം വിരോധിച്ചത് അതിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അങ്ങേയറ്റത്തെ സ്നേഹം വേണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ റസൂൽ കൽപ്പിച്ചത് ചെയ്യാനും പറഞ്ഞത് തസ്ദീഖ് ചെയ്യാനും സത്യപ്പെടുത്താനും അതേ പ്രകാരം അള്ളാഹുവിൻ്റെ റസൂൽ വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കാനും സാധിക്കുള്ളൂ. അങ്ങേയറ്റത്തെ സ്നേഹം വേണം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, ഞാൻ അവനിലേക്ക് അവൻ്റെ മാതാപിതാക്കളെക്കാൾ അവൻ്റെ സന്താനങ്ങളെക്കാൾ ജനങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ഞാൻ അവന് പ്രിയങ്കരമായി തീരുന്നത് വരെ, ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല എന്ന് പറഞ്ഞാൽ, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടേണ്ടത് എൻ്റെ പ്രവാചകനെയാണ്. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ വില കൽപ്പിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്, ആദരിക്കേണ്ടത് എൻ്റെ പ്രവാചകനെയാണ്. എത്രത്തോളം? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകരെ, ഞാൻ എൻ്റെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ദുനിയാവിൽ താങ്കളെയാണ് സ്നേഹിക്കുന്നത്. എൻ്റെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ താങ്കളെയാണ് സ്നേഹിക്കുന്നത് എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ അറിയോ? ഉമർ, നീ വിശ്വാസിയല്ല എന്നാ. എന്തുകൊണ്ട്? നീ നിന്നേക്കാൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നീ വിശ്വാസിയല്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, ഫഇന്നൽ ആന വല്ലാഹി ല അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, വല്ലാഹി ഇപ്പോൾ എന്നേക്കാൾ ഞാൻ താങ്കളെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. എന്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം? അതെ, പ്രവാചകനാണ് നമ്മൾ കാലാകാലം ജീവിക്കേണ്ട പരലോകത്ത് രക്ഷപ്പെടാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ, എന്തൊക്കെ നിർദ്ദേശങ്ങളുണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ,
അതെല്ലാം അള്ളാഹുവിൻ്റെ റസൂലാണ് നമുക്ക് അറിയിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ താല്പര്യങ്ങൾക്കപ്പുറത്ത്, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്ത്, നമ്മുടെ ആഗ്രഹങ്ങൾക്കപ്പുറത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ താല്പര്യങ്ങൾക്കാണ് നമ്മൾ വില കൽപ്പിക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ വിശ്വാസിയാവുന്നത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ വിശ്വാസിയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ആദരിക്കണം, ബഹുമാനിക്കണം, ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ ആദരിക്കുക? എങ്ങനെയാണ് റസൂലിനെ ബഹുമാനിക്കുക? എങ്ങനെയാണ് റസൂലിനെ സ്നേഹിക്കുക? സ്നേഹിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. എങ്ങനെ സ്നേഹിക്കും? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ അഹ്യാ സുന്നതി ഫഖദ് അഹബ്ബനി, ആരെങ്കിലും എൻ്റെ സുന്നത്തിനെ ജീവിപ്പിച്ചാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അവൻ എന്നെ സ്നേഹിച്ചിരിക്കുന്നു. വമൻ അഹബ്ബനി കാന മഅി ഫിൽ ജന്ന, ആരാണോ എന്നെ സ്നേഹിച്ചത്, എന്നെ ഇഷ്ടപ്പെട്ടത്, അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കും, എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കും. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഒരാൾ സ്നേഹിക്കുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്രവാചകനെ ഇഷ്ടപ്പെടൽ അനിവാര്യമാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഖുൽ, പ്രവാചകരെ പറയണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലിനെ പിൻപറ്റണം. യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലിനെ പിൻപറ്റിയാൽ അള്ളാഹു തആല നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. അള്ളാഹു തആല നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു തആല പൊറുക്കുന്നതാണ്. കാരണം അള്ളാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറ്റവും കൂടുതൽ പാപങ്ങൾ പൊറുക്കുന്നവനാണ്. അവൻ റഹീമാണ്, ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനാണ്. അള്ളാഹു തആല കരുണ ചെയ്യുമാറാകട്ടെ. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ഒരു രൂപം. രണ്ടാമത്തെ രൂപം, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുമ്പോൾ, ഒരാളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുമ്പോൾ അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. നമ്മളെക്കാൾ നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരണം നമുക്ക് നമ്മോട് സ്നേഹമുണ്ട്. നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നത് പ്രവാചകനെയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രവാചകന് വേണ്ടി സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് നമ്മുടെ മേൽ അനിവാര്യമാണ്. നമ്മൾ പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, പ്രവാചകനെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, പ്രവാചകനെ ആദരിക്കുന്നുണ്ടെങ്കിൽ പ്രവാചകന്റെ മേൽ സ്വലാത്തു ചൊല്ലൽ അനിവാര്യമാണ്. അത് അല്ലാഹു തആല കൽപ്പിച്ച കാര്യമാണ്. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. സൂറത്ത് അഹ്സാബിന്റെ 56-ാമത്തെ ആയത്ത്. ഇത് സ്വലാത്ത് ചൊല്ലാത്ത ആളുകൾ പിശുക്കനാണെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അൽ ബഖീൽ മൻ ദുകിർതു ഇൻദഹു സുമ്മ ലം യുസല്ലി അലയ്യ. ബഖീൽ എന്ന് പറഞ്ഞാൽ, പിശുക്കൻ എന്ന് പറഞ്ഞാൽ, എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ് പിശുക്കൻ. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറുകയാണ്. മിമ്പറിൽ കയറുമ്പോൾ 3 ആമീൻ പറഞ്ഞ സന്ദർഭം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ ഒന്ന് ആരെപ്പറ്റിയാണ് പ്രവാചകൻ പറഞ്ഞത്? റഗിമ അൻഫു റജുലിൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്ത ആൾ അവൻ നശിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചത് ഞാൻ ആമീൻ പറഞ്ഞതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. 3 ആമീനിൽ ഒരു ആമീൻ അതാണ്. രണ്ടാമത്തേതോ, മറ്റൊരു ആമീൻ എന്തിനാണ് പ്രവാചകൻ പറഞ്ഞത്? റമദാൻ മാസം കിട്ടിയിട്ട് അതിലൂടെ പാപം പൊറുക്കപ്പെടാൻ സാധിക്കാത്ത ആൾ. മറ്റൊരു ആമീൻ എന്തിനാണ്? വൃദ്ധരായ മാതാപിതാക്കളെ കിട്ടിയിട്ട് ആ വൃദ്ധരായ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്ത് സേവനങ്ങൾ ചെയ്തുകൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കാത്ത, സ്വർഗത്തിൽ പോകാൻ സാധിക്കാത്ത ആളുകൾ നശിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. ഞാൻ അതിന് ആമീൻ പറഞ്ഞു. അപ്പം ഈ ഹദീസിൽ, ഈ സംഭവത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതിൻ്റെ പ്രാധാന്യം അത്രമേൽ വലുതാണ്, അത്രമേൽ മഹത്തരമാണ് എന്നുള്ളതാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യേണ്ടത് എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇദാ സമയത്തുൽ മുഅദ്ദിൻ
ഫഖൂലു മിസ്ല മാ യഖൂൽ, നിങ്ങൾ മുഅദ്ദിൻ അദാൻ കൊടുക്കുന്നത് കേട്ടാൽ ഫഖൂലു മിസ്ല മാ യഖൂൽ, അദ്ദേഹം പറയുന്നത് പോലെ നിങ്ങൾ പറയണം. എന്നിട്ടോ സുമ്മ സ്വല്ലു അലയ്യ, പിന്നീട് എനിക്ക് വേണ്ടി നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. ഫഇന്നഹു മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ, എൻ്റെ പേരിൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല അതിൻ്റെ പേരിൽ അവന് 10 നന്മകൾ കൊടുക്കുന്നതാണ്. സുമ്മ സ്വലുല്ലാഹ ലിയൽ വസീല, പിന്നീട് എനിക്ക് വസീലക്ക് വേണ്ടി നിങ്ങൾ ചോദിക്കണം അല്ലാഹുവിനോട്. ഫഇന്നഹ മൻസിലത്തുൻ ഫിൽ ജന്ന, ആ വസീല എന്നുള്ളത് സ്വർഗത്തിൽ ഒരു പദവിയാണ്. ലാ യംബഗി ഇല്ലാ ലിഅബ്ദിൻ മിൻ അബാദില്ലാ, അത് അല്ലാഹുവിൻ്റെ ഇബാദിങ്ങളിൽ അല്ലാഹുവിൻ്റെ അടിമകളിൽ ഒരാൾക്കല്ലാതെ അത് കിട്ടൂല. വാർജു അനഹുവ, ഞാൻ ആകണം അതിനർഹൻ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫമൻ സാല ലിയൽ വസീല, ആരെങ്കിലും എനിക്ക് വേണ്ടി വസീല തേടിയാൽ ഹല്ലത്ത് ലഹു ഷഫാ, അവന് ഷഫാത്ത് കിട്ടുന്നതാണ് എന്നാണ്. ഇതാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നതിൻ്റെ രണ്ടാമത്തെ രൂപം. മൂന്നാമത്തെ രൂപം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏത് കാര്യത്തിലും അവലംബമാക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഒരു സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ സ്നേഹിതനോട് അഭിപ്രായം ചോദിക്കുന്നതാണ് ഉണ്ടല്ലോ. അത് നമ്മളെക്കാൾ കൂടുതൽ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏത് കാര്യം വരുമ്പോഴും എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ അതിനുള്ള മാതൃക എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കണം. അതിൻ്റെ മാതൃക എന്താണ് എന്ന് നമ്മൾ പരതണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അഭിപ്രായം നമ്മൾ നോക്കണം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ അതീഉല്ലാഹ വഅതീഉർ റസൂൽ, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും പിൻപറ്റണം. എന്നിട്ട് അള്ളാഹു തആല പറയാൻ, فَإِن تَنَازَعْتُمْ فِي شَيْءٍ فَرُدُّوهُ إِلَى اللَّهِ وَالرَّسُولِ, നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അള്ളാഹുവിലേക്കും മടക്കണം, റസൂലിലേക്കും മടക്കണം, ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും, റസൂലിനെയും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ അനുസരിക്കണം. അതിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ എന്ത് ചെയ്യണം? നിങ്ങൾ അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കണം. എന്നിട്ട് അള്ളാഹു തആല പറയാൻ, ദാലികും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. വഹ്സനു തഅ്വീല, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല പര്യവസാനം. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ രക്ഷപ്പെടുക എന്നുള്ളതാണ് അള്ളാഹു തആല പറയുന്നത്. അതേ പ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്തിൽ ഉപദേശം നൽകുമ്പോൾ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താണ്? തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യങ്ങൾ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു എന്നാണ്. ലൻ തളിലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലി, ആ 2 കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ പഴച്ചു പോകൂല. എന്താണത്? ഒന്ന് അള്ളാഹിൻ്റെ കിതാബാണ്, രണ്ടാമത്തത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്താണ്. അപ്പം അത് മുറുകെ പിടിക്കണം എന്നുള്ളതാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമാണ്, അത് ഉണ്ടാകുക തന്നെ ചെയ്യും. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച കാര്യമാണ്. വഇന്നഹു മയ്യഅശ് മിൻകും ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഫസയറ ഇഖ്തിലാഫൻ കസീറ, നിങ്ങൾ ധാരാളം ഇഖ്തിലാഫുകൾ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതാണ്. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ അൽ മഹ്ദിയീൻ, അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ എടുക്കില്ല, ഞാൻ അവിടെയില്ല എന്ന് പറഞ്ഞാണ്ട് വീട്ടിലിരിക്കാനല്ല പറഞ്ഞത്. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ അൽ മഹ്ദിയീൻ, അപ്പം എൻ്റെ സുന്നത്തിനെ നിങ്ങൾ പിൻപറ്റണം, ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തിനെ നിങ്ങൾ
പിൻപറ്റണം എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയാണ് ഫതമസ്സകൂ ബിഹാ വഗദ്ദു അലൈഹാ ബിന്നവാജിദ്, അത് നിങ്ങൾ മുറുകെ പിടിക്കണം, നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണം എന്നുള്ളതാണ്. അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് വഇയ്യാകും വമുഹ്ദസാത്തുൽ ഉമൂർ, പുതുതായി വരുന്ന കാര്യങ്ങൾ, പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് കാരണം? ഫഇന്ന കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ദലാല, കാരണം പുതുതായി ഉണ്ടാകുന്നൊക്കെ ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തും ദലാലത്താണ്. മതത്തിന്റെ വിഷയത്തിൽ പുതുതായി ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ദലാലത്താണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, എൻ്റെ ഈ കാര്യം എന്ന് പറഞ്ഞാൽ മതത്തിന്റെ വിഷയത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ ആ കാര്യം ചെയ്യണമെന്ന് നമ്മുടെ കൽപ്പനയില്ല എങ്കിൽ അത് ഫഹുവ റദ്ദ്, അത് റദ്ദാണ്. റദ്ദ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഗൈറു മഖ്ബൂൽ എന്നാണ്, അള്ളാഹിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമല്ലാത്തത്, സ്വീകരിക്കപ്പെടാൻ പറ്റാത്തത് എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുകയാണെങ്കിലും ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും മതമായി നമ്മൾ അനുഷ്ഠിക്കുന്ന, അള്ളാഹിന്റെ അടുക്കൽ കൂലി കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തനവും അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ ഉള്ളതാകണം. അതാണ് സൂറത്ത് അഹ്സാബിന്റെ 21-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറഞ്ഞത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. എങ്ങനെയാണെങ്കിൽ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെയും പരലോകത്തെയും ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, വദക്കറല്ലാഹ കസീറ, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഉത്തമമായ മാതൃകയുണ്ട്. അപ്പൊ അല്ലാഹുവിന്റെ തൃപ്തിയാണ്, നാളെ പരലോകത്തുള്ള വിജയമാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവന്റെ കർമ്മങ്ങളെല്ലാം അല്ലാഹുവിന്റെ റസൂലിൽ നിന്നുള്ള മാതൃക അനുസരിച്ചായിരിക്കണം എന്നാണ് പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനനുസരിച്ചാക്കുക, ആ റസൂലിന്റെ സുന്നത്ത് അനുസരിക്കുക, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക, അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റുക. അങ്ങനെയാകുമ്പോൾ ഇഹലോകത്തും പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് സ്ഥിരത നൽകും. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്, ഖൗലുൻ സാബിത്ത് കൊണ്ട് അല്ലാഹു തആല വിശ്വാസികൾക്ക് സ്ഥിരത നൽകുന്നതാണ്. ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ഈ ദുനിയാവിലും പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് എവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.